നെക്സ്റ്റ് PSC ലാനിങ്. അപ്പോൾ നമുക്ക് ജൂലൈ 12-ന് ഫയർമാൻ ഫയർ വുമൺ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഫയർ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് എയ്ഡ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. ഫസ്റ്റ് എയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിന്റെ വീഡിയോ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഫയർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫയർമാൻ ആൻഡ് ഫയർ വുമൺ എക്സാമിലെ ഫയർ എന്ന ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ ഉൾപ്പെടുന്നത് കമ്പഷൻ എന്താണ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പോലുള്ള ടേംസ്, സയന്റിഫിക് ആയിട്ടുള്ള ടേംസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രി ഓഫ് ഫയർ, അതായത് നമുക്ക് ഇതിന് പിന്നിൽ കുറേ കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. സോ കെമിസ്ട്രി ഓഫ് ഫയർ എന്ന ടോപ്പിക് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ടോപ്പിക്സ് ആണ് നമുക്ക് ഫയർമാൻ ഫയർ വുമൺ എക്സാമിൽ വരുന്നത്. അതായത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയി കൊടുത്തിട്ടുള്ളത്. 9 മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കമ്പഷൻ, ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്, ഫയർ ട്രയാങ്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫയറിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് 3 എലമെന്റ്സ് ആണ് വേണ്ടത്. ആ 3 എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഫയർ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെ കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പഷൻ, ഇതിന് പിന്നിലെ കെമിസ്ട്രി എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി എന്ന ടേം എന്താണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ, മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇതിൽ എല്ലാം ഏകദേശം ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് ഇപ്പം ക്ലാസ് 8 NCERT-യിലെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലെ ഏകദേശമുള്ള പോയിന്റ്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പം സബ്ലിമേഷൻ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഞാൻ വേറൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ കമ്പഷൻ എന്താണ് നമ്മുടെ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് ഹീറ്റ്, എന്താണ് കമ്പഷൻ, ഫയർ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന പോയിന്റ് അല്ലെ. അപ്പോൾ ദ കെമിക്കൽ പ്രോസസ് ഓഫ് ബേണിംഗ്, അതായത് നമ്മൾ ബേൺ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഒരു സാധനം കത്തുന്നു എന്ന് പറയുന്നതിന് ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് കമ്പഷൻ എന്ന് പറയുന്നത്. സോ ബേണിംഗ് എന്നൊരു പ്രോസസ്സിന്റെ ആ ഒരു കെമിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്പഷന് എന്ത് വേണം? കത്തുന്ന സാധനങ്ങൾ വേണം അല്ലെ. അതായത് എല്ലാ സബ്സ്റ്റൻസും കമ്പസ്റ്റബിൾ ആണോ? അല്ല. അപ്പോൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പഷൻ അണ്ടർഗോ ചെയ്യുന്ന, അതായത് കത്തുന്ന സാധനങ്ങളെയാണ് നമ്മൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. പൊതുവെ കത്തുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വുഡ് കത്തും, പേപ്പർ കത്തും, കെറോസിൻ, ചാർക്കോൾ, LPG, പെട്രോൾ, ഇതൊക്കെയാണ് നമ്മൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കമ്പഷൻ ഈസ് എ chemical process in which a substance react with oxygen to give off heat and often light. ടെൻഷൻ ആവണ്ടോ, എന്താണ് അതൊരു കെമിക്കൽ പ്രോസസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. കമ്പഷൻ ഈസ് എ കെമിക്കൽ പ്രോസസ് അല്ലെ. കമ്പഷൻ ഈസ് എ കെമിക്കൽ പ്രോസസ് ആണ്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലെ. കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് കുഡ് ബി എനിത്തിങ്, അതായത് എന്തുമാവാം. വുഡ് ആവാം, കെറോസിൻ ആവാം, ചാർക്കോൾ ആവാം, LPG ആവാം. അപ്പൊ നമ്മൾ ജസ്റ്റ് വീട്ടില് അമ്മ അടുപ്പ് കത്തിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി, അതൊരു കമ്പഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ നമ്മുടെ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്തുണ്ട്? വുഡ് ഉണ്ട്. അപ്പൊ വുഡിനെ നമ്മൾക്ക്, ഈ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ നമുക്ക് ഫ്യൂവൽ എന്ന് കൂടെ വിളിക്കാറുണ്ട്. നമ്മൾ പെട്രോളിനെയും ഡീസലിനെയും ഒക്കെ ഫ്യൂവൽ എന്ന് പറയില്ലേ, കാരണം അത് കത്തുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്യൂവൽ എന്ന് പറയുക. സോ എന്താണോ നമ്മൾ എടുക്കുന്ന കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്, അതാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പഷന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിറക് കത്തിക്കാൻ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഫ്യൂവൽ എന്താണ്? വുഡ് ആണ് അല്ലെ. പിന്നെന്താ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്? ഈ വിറക് കത്താനുണ്ടെങ്കിൽ പൊതുവെ അമ്മമാര് ഊതാറുണ്ട് അല്ലെ. അതായത് ഈ തീ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുഴലെടുത്തിട്ട് ഊതും. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്താൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ എന്നൊരു ഗ്യാസ് കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകമാണ് ഏതെന്ന് പറയുന്നത്? ഓക്സിജൻ എന്ന് പറയുന്നത്. സോ കത്താൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്? ഓക്സിജൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പറഞ്ഞ ഫ്യൂവലും ഓക്സിജനും മാത്രം ഉണ്ടെങ്കിൽ കത്തുവോ? അടുപ്പ് കത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അവിടെ ഒരു തീ ഇടണം അല്ലെ. അതായത് ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഹീറ്റ്, ഈ 3 സാധനങ്ങൾ, അതായത് ഫ്യൂവല്, ഓക്സിജൻ ആൻഡ് ഹീറ്റ് ആർ ദ 3 എസെൻഷ്യൽ റിക്വയർമെന്റ്സ്. അതായത് കത്താൻ വേണ്ടിയിട്ട് ഏറ്റവും 3 എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫ്യൂവൽ വേണം, ഓക്സിജൻ വേണം, പിന്നെ എന്ത് വേണം? ഹീറ്റ് വേണം. അതായത് ഒരു സ്പെസിഫിക് എമൗണ്ടിൽ കൂടുതൽ ഹീറ്റ് കൊടുത്താലേ കത്തുള്ളൂ. അപ്പൊ കമ്പഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ പ്രോസസ് ആണ്. ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹീറ്റും ലൈറ്റും
പുറത്ത് വിടുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനെ നമുക്കൊരു ന്യൂമോണിക്സ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? കോൾ, COHL. ഓക്കെ, കമ്പഷൻ ഒക്കേഴ്സ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ കമ്പഷന് എന്തൊക്കെ വേണം? കോൾ എന്ന് പറയുന്ന ആ ഒരു കമ്പഷൻ ഒക്കേഴ്സ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ന്യൂമോണിക്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കമ്പഷൻ. പിന്നെ നമ്മൾ എന്തൊക്കെ വേണം പറഞ്ഞു? OHL, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം, പിന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ OHL. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കമ്പഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ കമ്പഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞില്ലേ? എന്തായിരുന്നു എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ കമ്പഷൻ? നമുക്ക് ഫ്യൂവൽ വേണം, പിന്നെ ഓക്സിജൻ വേണം. എയറിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? തീ കത്തില്ല. പിന്നെ എന്ത് വേണം? ഹീറ്റ് വേണം. അപ്പം അതിനുള്ള ഒരു ന്യൂമോണിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. FOH എന്നോ ഫയർ ഓൺ ഹോൾഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഫയർ ട്രയാങ്കിൾ നമുക്കൊരു ടോപ്പിക് ആയിട്ട് തന്നിട്ടുണ്ട്. ഫയർ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയറിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള 3 എലമെന്റ്സ് എന്നാണ് ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എന്ത് നടക്കില്ല? കമ്പഷൻ എന്ന പ്രോസസ്സ് നടക്കില്ല. അപ്പൊ ഫയർ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്ന 3 എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫ്യൂവൽ ആണ്, ഒന്ന് ഹീറ്റ് ആണ്, ഇനി ഒന്ന് ഓക്സിജൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സ് എന്തായിരിക്കും? ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക അല്ലെ? അതായത് തീ അണയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പൊ തീ അണയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ഈ ഫയർ ട്രയാങ്കിൾ, അതായത് തീ കത്താൻ വേണ്ട സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ ആ സാധനങ്ങൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തീ അണയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയർ ട്രയാങ്കിൾ പഠിക്കുന്നത്. സോ ഫയർ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഹീറ്റ്, ഫ്യൂവൽ, ഓക്സിജൻ ആണ്. ഓക്കെ അല്ലേ? ഇനി ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് ഫയർ ബിഹേവ്സ്. കമ്പഷനെ നമ്മൾ പൊതുവെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റാപ്പിഡ് കമ്പഷൻ, സ്പോണ്ടേനിയസ് കമ്പഷൻ ആൻഡ് എക്സ്പ്ലോഷൻ. അപ്പം ഇത് ഇങ്ങനെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ? റാപ്പിഡ് കമ്പഷൻ പറഞ്ഞാൽ റാപ്പിഡായി നടക്കുക എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് നടക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ റാപ്പിഡായിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേൺസ് ക്വിക്ലി ആൻഡ് പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതായത് പെട്ടെന്ന് കത്തി പെട്ടെന്ന് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പഷനെയാണ് നമ്മൾ റാപ്പിഡ് കമ്പഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഒക്കെ കത്തിക്കുന്നില്ലേ? അതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? റാപ്പിഡ് കമ്പഷനുള്ള എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? പിന്നെ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ കോസ് ഇല്ലാതെ നടക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഇത് റാപ്പിഡ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് കത്തിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഇന്റൻഷനലി അത് കത്തിക്കുമ്പോഴാണ് അത് കത്തുന്നത്. അപ്പൊ അവിടെ ഒരു എക്സ്റ്റേണൽ കോസ് ഉണ്ട് കത്താനായിട്ട്. പക്ഷെ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു റീസണും ഇല്ലാതെ എന്താണ് പെട്ടെന്ന് ഒരു സാധനം വെറുതെ ഇരുന്നിട്ട് കത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയും. അതായത് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ ഈ ഫോസ്ഫറസിനെയൊക്കെ വെറുതെ നമ്മൾ റൂമിൽ തുറന്നു വെച്ചാൽ തന്നെ മതി, എന്ത് സംഭവിക്കും? അത് കത്തും അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ അവിടെ എന്ത് നടന്നു? കമ്പഷൻ നടന്നു. അപ്പൊ അത്തരത്തിലുള്ള കമ്പഷനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ പിന്നെ ഈ നമ്മുടെ ഫോറസ്റ്റ് ഫയറിനൊക്കെ എന്ത് സൂൾസ് ആണെന്ന് നമുക്ക് അറിയില്ല, പെട്ടെന്ന് അത് പറന്ന് പിടിക്കും അല്ലെ? അപ്പൊ അതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? സ്പോണ്ടേനിയസ് കമ്പഷനുള്ള എക്സാമ്പിൾ ആണ്. അതല്ലാതെ പിന്നെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? എക്സ്പ്ലോഷൻ ആണ്. എ സഡൻ റിയാക്ഷൻ വിത്ത് എവല്യൂഷൻ ഓഫ് ഹീറ്റ്. അതായത് നമ്മൾ പടക്കമൊക്കെ കൊടുത്തില്ലേ? അതായത് ഹീറ്റും ലൈറ്റും സൗണ്ടും ഒക്കെ വന്ന് ഒരു പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടാവുന്നതിനെ നമ്മൾ എന്ത് പറയും? എക്സ്പ്ലോഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇതാണ് 3 ടൈപ്പ് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെയിമിന്റെ സ്ട്രക്ചേഴ്സ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അധികം പഠിക്കാനില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറയണോ വേണ്ടിയോ പറയുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോകാം എന്തായാലും. കാൻഡിൽ ഫ്ലെയിം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാൻഡിലിന്റെ ഫ്ലെയിം എങ്ങനെയാണ്? ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും. അതിന്റെ ഇന്നർ മോസ്റ്റ് സോൺ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഉള്ളിലായിട്ട് എങ്ങനെയായിരിക്കും? ഒരു ഡാർക്ക് സോൺ ആയിരിക്കും. അതായത് ഇപ്പൊ കാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാൻഡിലിന്റെ ഉള്ളിലെ ഭാഗം കത്തുന്നത് എപ്പോഴും ഒരു ബ്ലാക്കിഷ് കളർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആയിരിക്കും. പക്ഷെ ഈ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്ന കാൻഡിലിന്റെ ഉള്ളിലെ പാർട്ടായിരിക്കും ഏറ്റവും ലീസ്റ്റ് ഹോട്ട് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചൂട് കുറവുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ കാൻഡിലിന്റെ ഉള്ളില് ഒരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഭാഗമാണ് ഏറ്റവും ലീസ്റ്റ് ഹോട്ട് ആയിട്ടുള്ള ഭാഗമായിട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലേ? പിന്നെ മിഡിൽ സോൺ ആണ് നമ്മൾ ഈ യെല്ലോ കളറിൽ കാൻഡിലിൽ കാണുന്നില്ലേ? പൊതുവെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് യെല്ലോ കളറാണ്. അതൊരു പാർഷ്യൽ കമ്പഷൻ ഏരിയ ആണ്. അവിടെ ഫുൾ കമ്പഷൻ നടക്കുന്നില്ല, പാർഷ്യൽ കമ്പഷൻ ഏരിയ ആണ്. ആ യെല്ലോ സോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ കാൻഡിലിന്റെ ഉള്ളിലുള്ള യെല്ലോ സോൺ എന്ന് പറയുന്നത്
മോഡറേറ്റ്ലി ഹോട്ട് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഓക്കെ, ക്യാൻഡിലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന യെല്ലോ സോൺ എന്ന് പറയുന്നത് പാർഷ്യൽ കമ്പഷൻ ഏരിയ ആണ്. മോഡറേറ്റ്ലി ഹോട്ട്, അതായത് ഉള്ളിലുള്ള ബ്ലാക്ക് സോൺ, ഡാർക്ക് സോൺ ആണ് ഏറ്റവും ലീസ്റ്റ് ഹോട്ട്. ഇത് അതിനേക്കാളും ഹോട്ടാണ്, പക്ഷെ അങ്ങനെ ഒരുപാട് ചൂടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ ഏറ്റവും പുറത്തുള്ള ഒരു ബ്ലൂയിഷ് ലെയർ നമ്മൾ കാണുന്നില്ലേ, ആ ബ്ലൂ ലെയറിനാണ് ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത്. ഓക്കെ, അതായത് ഈ ഔട്ടർ മോസ്റ്റ് സോൺ ഓഫ് ദ ക്യാൻഡിലിനാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഫ്ലെയിം എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറാണ്. ഈ ഗോൾഡ് സ്മിത്സ് ഒക്കെ, അതായത് ഈ ഉരുക്ക് പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ബ്ലൂ ഫ്ലെയിം ഉപയോഗിച്ചിട്ടാണ് അവര് ഉരുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഔട്ടർ മോസ്റ്റ് ബ്ലൂ കളറാണ് ഹോട്ടസ്റ്റ് ആയിട്ടുള്ളത്. മിഡിൽ യെല്ലോ കളറാണ് പാർഷ്യൽ കമ്പഷൻ ഏരിയ, അത് അത്രയ്ക്ക് ഹോട്ട് ആയിട്ടുള്ള ഒരു മോഡറേറ്റ്ലി ചൂടുള്ള ഭാഗമായിരിക്കും. ഇന്നർ ഡാർക്ക് കളറാണ് ലീസ്റ്റ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള ഏരിയ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി തീ അണയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞു, ഫയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 3 എലമെന്റ്സ് ആണുള്ളത് എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു നമ്മുടെ 3 എലമെന്റ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയായിരുന്നു 3 എലമെന്റ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഫ്യൂവൽ ഉണ്ടായിരുന്നു, ഓക്സിജൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ആയിരുന്നു. അതായത് ഈ കമ്പഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഈ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിന്റെ മുകളിൽ പോയാലേ അവിടെ എന്ത് നടക്കുള്ളൂ, കമ്പഷൻ നടക്കുള്ളൂ. അപ്പൊ ആ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ എത്രയാണോ, അതായത് ഏറ്റവും ലീസ്റ്റ് ടെമ്പറേച്ചർ, കമ്പഷൻ നടക്കാനുള്ള ഏറ്റവും ലീസ്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ignition temperature എന്ന് പറയുന്നത്. ഓക്കെ, so the least temperature required for the combustion to occur is what we call as ignition temperature. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ടേംസ് അറിഞ്ഞിരിക്കണം, കാരണം ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കാം അല്ലേ. അതായത് ഇപ്പം ഈ ഫയറുമായി ബന്ധപ്പെട്ട ഇതുപോലെ വരുന്ന ടേംസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും എടുത്ത് ചോദിക്കുക. സോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഈസ് ദ ലീസ്റ്റ് ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ എ കമ്പഷൻ പ്രോസസ്. അതായത് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ഫയർ ട്രയാങ്കിൾ പഠിച്ചപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ അവിടെ പഠിച്ചു. ആ ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആണ്. അതായത് ഒരു ടെമ്പറേച്ചറിന് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുള്ളൂ, കമ്പഷൻ ഒക്കർ ചെയ്യുള്ളൂ. അപ്പൊ എത്ര ലീസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണോ അതിന് വേണ്ടത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസും നോൺ ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസുമായിട്ട് സബ്സ്റ്റൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. കാരണം ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് അവർക്ക് എന്താണ്, കത്താനായിട്ട് ഒരുപാട് ടെമ്പറേച്ചർ കൂടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് കത്തും. ഈ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കത്തുന്നത്. അതായത് ചെറിയൊരു ഇത് തട്ടുമ്പോഴേക്കും തന്നെ അവർ തീ ആളി കത്തുന്നത് എന്തുകൊണ്ടാണ്, അവർക്കൊരു ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ കമ്പസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അവരുടെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ് അവരൊക്കെ ഹൈലി ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് ആയത്. അപ്പോൾ ഒരു ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ തീ അണയ്ക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, തീ അണയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ നമ്മുടെ ഫയർ ട്രയാങ്കിളിലെ 3 എലമെന്റ്സിൽ ഏതെങ്കിലും ഒന്നിനെ റിമൂവ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഈ 3 എലമെന്റ്സ് ഉണ്ടെങ്കിലേ ഈ കമ്പഷൻ നടക്കുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ തീ അണയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്, ഒന്ന് വെള്ളം ഉപയോഗിക്കും അല്ലേ. ഫയർ ഫൈറ്റേഴ്സ് വന്നിട്ട് നല്ല ഫോഴ്സിൽ ഹൈ പ്രഷറിൽ വെള്ളം ചീറ്റും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഈ വാട്ടറിന് എന്തിനുള്ള കഴിവുണ്ട്, ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള കഴിവുണ്ട് അല്ലേ. അതായത് വാട്ടറിന് വെരി ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വാട്ടറിന് ഒരുപാട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടറിന് എന്താണ്, നമുക്ക് ഹൈ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആണ്, സോറി ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ വാട്ടർ ക്യാൻ കൂൾ ഡൗൺ ദി ഇഗ്നിഷൻ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചറിന് മുകളിൽ പോയാലേ കമ്പഷൻ നടക്കുള്ളൂ. ഇഗ്നിഷൻ ടെമ്പറേച്ചർ അത്രയെങ്കിലും ചൂട് വേണം. അപ്പോൾ വെള്ളം വരുമ്പോൾ എന്ത് സംഭവിക്കും, വെള്ളത്തിന് വെരി ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം എന്ത് ചെയ്യും, അവിടുത്തെ ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കും. ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിന്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫർദർ കമ്പഷൻ നടക്കുമോ, നടക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഈ തീപ്പൊള്ളലേറ്റ ആൾക്കാരെ ബ്ലാങ്കറ്റ് വെച്ച് കവർ ചെയ്യും അല്ലെ.
അതായത് ഈ തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് വെച്ചിട്ട് അവരെ കവർ ചെയ്യും. ഈ തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് വെച്ചിട്ട് അവരെ കവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫയർ ട്രയാങ്കിൾ പഠിച്ച സമയത്ത് അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് എന്തായിരുന്നു? ഓക്സിജൻ ആയിരുന്നു അല്ലേ? ഈ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഓക്സിജൻ സപ്ലൈനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടുത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് എയറിൽ നിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ബ്ലാങ്കറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആയിട്ട് നമുക്ക് ഈ വലിയ വലിയ ബിൽഡിങ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് അറിയൂ? അതായത് എന്തായിരിക്കും കാർബൺ ഡയോക്സൈഡ് ചെയ്യുന്നുണ്ടാവുക? അതായത് ഇപ്പൊ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആയിട്ട് ഒരു റെഡ് കളർ സംഭവങ്ങൾ നമ്മൾ വലിയ വലിയ ബിൽഡിങ്സിലും സെറ്റപ്സിലൊക്കെ നമുക്ക് കാണാറുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് എന്താ ചെയ്യുന്നത്? ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഓക്സിജനേക്കാളും ഹെവി ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. സോ കാർബൺ ഡയോക്സൈഡ് ഈസ് മച്ച് ഹെവിയർ ദാൻ ഓക്സിജൻ. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സയൻസിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും താഴെ കിടക്കും അല്ലേ? അതായത് നമ്മൾ വെള്ളത്തിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിയിൽ പോയി കിടക്കുന്നത്, അതായത് ഭയങ്കര ഭാരമുള്ള ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്ത് ചെയ്യും? മുങ്ങിപ്പോയി അടിയിൽ കിടക്കും. അപ്പൊ എപ്പോഴും ഭാരമുള്ള വസ്തുക്കൾ താഴെയാണ് കിടക്കുക. അപ്പൊ ഓക്സിജനേക്കാളും കാർബൺ ഡൈ ഓക്സൈഡിന് എന്തുണ്ട്? ഭാരം കൂടുതലാണ്. അപ്പൊ ഓക്സിജനെ മുകളിലോട്ട് തള്ളിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? താഴെ പോയി കിടക്കും. അപ്പൊ ഈ ബേൺ ചെയ്യുന്ന സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്ത് വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ഇതിന് ചുറ്റും ഒരു ബ്ലാങ്കറ്റ് പോലെ ആക്ട് ചെയ്യും. അതായത് ആ ഒരു പേഴ്സണും ഓക്സിജനും ഇടയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഒരു വലയം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവിടെ ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഓക്സിജൻ സപ്ലൈ കട്ടാവും അല്ലെ? ഓക്സിജൻ ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കുള്ളൂ? കമ്പഷൻ നടക്കുള്ളൂ. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനെക്കാളും ഹെവി ആയതുകൊണ്ട് ഓക്സിജനും ആ പേഴ്സണും ഇടയ്ക്ക് അതൊരു ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എപ്പോഴും ഹെവി ആയിട്ടുള്ള ആൾക്കാർ താഴെയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ആ ഒരു ലെയർ കാരണം കമ്പഷനെ അവിടെ കട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അതുപോലെ തീ കെടുത്താൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന വാതകം ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടില്ല, ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ഇത്തരത്തിലുള്ള വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.